ഇപ്പോൾ കണ്ണൂർ സർവകലാശാലയിലേക്ക് KSU പ്രതിഷേധം. പരീക്ഷാ നടത്തിപ്പിൽ തുടർച്ചയായ വീഴ്ചകൾ ഉണ്ടാകുന്ന പശ്ചാത്തലത്തിൽ ഇന്ന് പരീക്ഷ മുടങ്ങിയ സാഹചര്യത്തിൽ കൂടിയാണ് KSUവിൻ്റെ പ്രതിഷേധം. ഇപ്പം മുമ്പ് KSU നേതാക്കൾ പ്രതികരിക്കുകയുണ്ടായി. പരീക്ഷാ നടത്തിപ്പിൽ ഗുരുതരമായ വീഴ്ചകൾ ഉണ്ടാകുന്നു, ചോദ്യപേപ്പർ കൃത്യമായി എത്താത്ത സാഹചര്യം, മുൻപ് ചോദ്യപേപ്പർ പുറത്തു പോയത് ചോർന്ന സാഹചര്യം, ഇങ്ങനെ ദിവസങ്ങളായി അവിടെ കണ്ണൂർ സർവകലാശാലയിലെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയരുന്നു. കേസ് നടപടികളൊക്കെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ KSUവിൻ്റെ പ്രതിഷേധം. അരുൺ ഭൂപർമ്മ, ഇന്ന് ഈ പരീക്ഷകൾ മുടങ്ങിയ സാഹചര്യത്തിലാണോ ഈ പ്രതിഷേധം? ഗൂഗിൾ, തീർച്ചയായും 7 വിഷയങ്ങളിലെ പരീക്ഷയാണ് ഇന്ന് മുടങ്ങിയത്. അത് നിലവിൽ സർവകലാശാലയിലെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ഈ ചോദ്യപേപ്പർ കോളേജുകളിലേക്ക് അയച്ചു നൽകുന്ന ഓൺലൈൻ സംവിധാനങ്ങൾക്ക് സംഭവിച്ച വീഴ്ചയാണ് എന്നതാണ് KSU ആരോപിക്കുന്നത്. കണ്ണൂർ സർവകലാശാലയിൽ നിന്നും ഈ പരീക്ഷയ്ക്ക് ആവശ്യമായ ചോദ്യപേപ്പർ സർവകലാശാല കീഴിലെ കോളേജുകൾക്ക് അയച്ചു നൽകുന്നത് 2 മണിക്കൂർ മുമ്പ് പ്രിൻസിപ്പലിൻ്റെ ഔദ്യോഗിക ഇമെയിൽ ഐഡിയിലേക്കാണ് ഈ ചോദ്യപേപ്പർ അയച്ചു നൽകുന്നത്. ഇതിൽ പലപ്പോഴും സാങ്കേതിക തകരാറും ക്രമക്കേടുകളും സംഭവിക്കാറുണ്ട് എന്നതാണ് KSU ആരോപിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് കാസർഗോഡ് ഗ്രീൻവുഡ് കോളേജിലെ ചോദ്യപേപ്പർ ഈ രീതിയിൽ ഇമെയിൽ വഴി അയച്ചു നൽകുകയും ആ ചോദ്യപേപ്പർ പിന്നീട് ചോരുന്ന സാഹചര്യം പോലും ഉണ്ടായത്. അങ്ങനെ വ്യാപകമായ ക്രമക്കേടുകൾ പരീക്ഷാ നടത്തിപ്പുമായി ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ ഈ ഓൺലൈൻ സംവിധാനത്തിൽ വീഴ്ച സംഭവിച്ച് വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുകയും ചെയ്യുന്നു. ഇതിൽ ശക്തമായ കർശനമായ നടപടി വേണമെന്നാവശ്യപ്പെട്ടാണ് KSU ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ ഈ സർവകലാശാല ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. ഈ ആസ്ഥാനത്തെ പ്രധാന കവാടത്തിൽ വാഴ വെച്ചുകൊണ്ടാണ് ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നത്. ഇതിൽ വലിയ വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ 7 വിഷയങ്ങളിലെ പരീക്ഷ മുടങ്ങിയ സാഹചര്യത്തിൽ വിദ്യാർത്ഥികൾ വലിയ ബുദ്ധിമുട്ട് നേരിട്ടു. അതായത് പരീക്ഷയ്ക്ക് തയ്യാറായി വരികയും ഈ പരീക്ഷാ ഹാളിലെത്തി തൊട്ട് മുമ്പാണ്, അതായത് പരീക്ഷാ സമയം നിശ്ചയിച്ച സമയത്തിന് തൊട്ട് മുമ്പാണ് ഈ പരീക്ഷ നടക്കില്ല എന്ന വിവരം വിദ്യാർത്ഥികൾ അറിയുന്നത്. അപ്പോൾ ഈ പരീക്ഷയ്ക്കായി എത്തിയ ഒട്ടനവധി വിദ്യാർത്ഥികൾ അവർ വലിയ ബുദ്ധിമുട്ട് നേരിട്ടു, അവർ പ്രതിസന്ധി നേരിട്ടു എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. ഇത് സർവകലാശാലയുടെ വീഴ്ചയാണ് എന്ന ആരോപണമാണ് KSU മുന്നോട്ട് വെക്കുന്നത്. നേരത്തെ ചോദ്യപേപ്പർ ചോർന്ന ഘട്ടത്തിൽ അത് ഈ ഗ്രീൻവുഡ് കോളേജിലെ ചോർന്ന കോളേജിലെ ആ പ്രിൻസിപ്പലിൻ്റെ മാത്രം വീഴ്ചയാണ്, അദ്ദേഹം നടത്തിയിട്ടുള്ള ക്രമക്കേടാണ് എന്ന് ചൂണ്ടിക്കാണിച്ച് കൈയൊഴിയാൻ സർവകലാശാല ശ്രമിച്ചു എന്നുൾപ്പെടെയുള്ള ആരോപണങ്ങളാണ് KSU മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ നേതാക്കൾ ഈ പ്രതിഷേധത്തിൻ്റെ ഭാഗമായി സംസാരിച്ച് കൊണ്ടിരിക്കുകയാണ്. നേരത്തെയും ഇത് ഇപ്പോൾ ആദ്യത്തെ സംഭവമല്ല. ഈ കഴിഞ്ഞ ദിവസത്തെ പരീക്ഷ ചോദ്യപേപ്പർ ചോർന്ന സംഭവം മാത്രമല്ല. 2022 ഡോക്ടർ PJ വിൻസെന്റ് പരീക്ഷാ കൺട്രോൾ സ്ഥാനം രാജിവെച്ചത് തന്നെ അന്ന് ചോദ്യപേപ്പർ ആവർത്തനത്തെ തുടർന്നായിരുന്നു. അങ്ങനെ വർഷങ്ങളായി ഈ പരീക്ഷ നടത്തിപ്പിൽ കണ്ണൂർ സർവകലാശാല പ്രതിക്കൂട്ടിലാണ്. വലിയ ആക്ഷേപം വിദ്യാർത്ഥികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. ഇതൊന്നും പരിഹരിക്കാനാവുന്നില്ലേ? ഗോകുൽ, ഇത്തരത്തിൽ അതായത് 7 വിഷയങ്ങളിലെ പരീക്ഷ മുടങ്ങിയ ഘട്ടത്തിൽ സർവകലാശാലയോട് ഈ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ സർവകലാശാല നൽകുന്ന വിശദീകരണം അത് ഈ ഓൺലൈൻ സംവിധാനത്തിലുണ്ടാകുന്ന സാങ്കേതികമായിട്ടുള്ള തകരാർ മാത്രമാണ്. അത് പരിഹരിച്ചു കഴിഞ്ഞാൽ ഈ പരീക്ഷയിൽ മറ്റ് തടസ്സങ്ങൾ ഉണ്ടാവില്ല. ഇന്ന് അങ്ങനെ ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പരീക്ഷയിൽ അത്തരം സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടുമ്പോഴും വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്, അവർക്ക് അനിശ്ചിതത്വമാണ്, അവരുടെ അക്കാഡമിക് കരിയറിൽ തന്നെ അനിശ്ചിതത്വം ഉണ്ടാക്കുന്ന തരത്തിലാണ് ഇന്ന് പരീക്ഷ മുടങ്ങിയ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. കണ്ണൂർ സർവകലാശാലയിലാണ് പരീക്ഷ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നിരന്തരം പ്രശ്നങ്ങൾ ഉയരുന്നത്.